സർ, ഇറ്റ്സ് ഓൾറെഡി 11 o'clock. ഇനിയും വൈകിയാൽ ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകും. തൻ്റെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് നിന്ന ചെറുപ്പക്കാരൻ അവളുടെ സംസാരം കേട്ട് ഒന്ന് നോക്കി ചിരിച്ചു. ഫ്ലൈറ്റൊന്നും മിസ്സാവില്ല ശ്രുതി. ആ കുട്ടിയുടെ ആങ്ങള വന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അവർ വന്ന് നമുക്കൊന്ന് സംസാരിച്ചിട്ടിറങ്ങാം. 2:30 മണിക്കല്ലേ ഫ്ലൈറ്റ്. ഈ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് അരമണിക്കൂർ മതി. പക്ഷേ സാർ, വല്ല ബ്ലോക്കും വന്നാൽ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. താൻ അവരുടെ അടുത്തേക്ക് ചെല്ലേ. അവനൊരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രുതി ആ ചെറുപ്പക്കാരനെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ഇവരൊക്കെ ആരാണെന്നല്ലേ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ചെറുപ്പക്കാരനാണ് നമ്മുടെ കഥയിലെ നായകൻ, ദർശൻ മേനോൻ. ചിറ്റേടത്തെ ഹരിദാസ് മേനോൻ്റെയും രാധിക ഹരിദാസിൻ്റെയും 2 മക്കളിൽ ഒരുവൻ. ദർശൻ ഒരു ബിസിനസ്സുകാരനാണ്. ദർശനോട് സംസാരിച്ച് അവിടെ നിന്നിറങ്ങിപ്പോയത് അയാളുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രുതി. ശ്രുതി നേരെ പോയത് താഴെ റിസപ്ഷനിലേക്കാണ്. അവിടെ ടെൻഷനോടെ നഖം കടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെറുപുഞ്ചിരിയോടെ അവൾ നടന്നു. മാം, എന്തായി? ബ്രദർ വന്നോ? ഒരല്പം കുസൃതി കലർത്തിയാണ് ശ്രുതി അത് ചോദിച്ചത്. ഇല്ല ശ്രുതി, ഇപ്പോൾ എത്തും. ഞാൻ വിളിച്ചിരുന്നു. ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ദർശൻ സാറ് ദേഷ്യത്തിലാണോ ശ്രുതി? ആ പെൺകുട്ടി ശ്രുതിയുടെ മുഖഭാവം അറിയാനായി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, സാറ് നല്ല കൂളല്ലേ. ടെൻഷൻ മുഴുവൻ എനിക്കാണ്, ഫ്ലൈറ്റ് മിസ്സാകുമെന്ന് പേടിച്ചിട്ട്. എത്ര മണിക്കാ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് 2:30 മണിക്കാ. എന്നാലും ഒരല്പം നേരത്തെ ഇറങ്ങുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ റിസപ്ഷനിലുണ്ടാകും. ബ്രദർ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി റിസപ്ഷനിൽ നിൽക്കുന്ന പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രുതി, നിങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്കല്ലേ? ഇതുവരെ ചെക്കൗട്ട് ചെയ്തില്ലല്ലോ ഇവിടുന്ന്. റിസപ്ഷനിലുള്ള പയ്യൻ പരിചയമുള്ള പോലെ അവളോട് ചോദിച്ചു. ഒന്നും പറയണ്ട മനു, മീറ്റിംഗ് രാവിലെ കഴിഞ്ഞതാ. അപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ 2 മക്കൾ വരുന്നുണ്ടെന്ന്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓ, അതാണോ ആ കുട്ടി? ആ അതെ, അതാണ് വേദിക. ഇനി അയാളുടെ ബ്രദർ കൂടി വരാനുണ്ട്. അയാളെ കാത്തു നിൽക്കുക. അയാളോടെ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാം. എന്താടി, ഒരു പെണ്ണ് കാണൽ മണക്കുന്നുണ്ടല്ലോ. നിന്റെ സാറിനെ ആണു കാണാൻ വന്നതാണോ അവർ? മനു ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. ഒന്ന് പോടാ. സാറിൻ്റെ ഫാദറും ഇവരുടെ ഫാദറും ഒന്നിച്ച് പഠിച്ചതാണ്. ദർശൻ സാർ ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ മുന്നേറ്റം കണ്ട് ഇവരുടെ തന്തപ്പിടിക്കൊരു മോഹം മക്കളെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ, അതിനുവേണ്ടി എന്തൊക്കെയോ സംസാരിക്കാനും കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കാനും വേണ്ടിയാണ് അങ്ങേര് മക്കളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഓ അങ്ങനെ. പെട്ടെന്നാണ് ഫ്രണ്ട് ഡോർ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വരുന്നത്. ആളെ കണ്ടാൽ വേദികയുടെ ഒരു ചായ തോന്നും. ശ്രുതി വേഗം മനുവിനോട് യാത്ര പറഞ്ഞ് വേദികയ്ക്കടുത്തേക്ക് നടന്നു. മാം, അതാണോ മാമിൻ്റെ ബ്രദർ? ശ്രുതി പറഞ്ഞിടത്തേക്ക് നോക്കിയ വേദിക കൈയുയർത്തി അവനെ വിളിച്ചു. വിരൈൻ. അവളെ കണ്ട് ചിരിച്ച് അവനും അടുത്തേക്ക് ചെന്നു. ശ്രുതി, ഇതാണ് എൻ്റെ ബ്രദർ വിരൈൻ. ഹലോ സാർ. ശ്രുതി ചിരിച്ചുകൊണ്ട് അയാളെ വിഷ് ചെയ്തു. ഹലോ. എടാ, ഇത് ദർശൻ സാറിൻ്റെ ആണ്. നിങ്ങൾ ട്വിൻസ് ആണല്ലേ മാം? അതെ, പക്ഷേ ഞാനാ 10 മിനിറ്റ് നേരത്തെ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ ചേച്ചിയും ഇവൻ എൻ്റെ അനിയനും. ശരിയെന്നാ, വൈകണ്ട, നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം. 7th ഫ്ലോറാ, ലിഫ്റ്റിൽ പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി നടന്നു. എടി, അങ്ങേരെ കലിപ്പിലാണോന്ന് നീ ആ കൊച്ചിനോടൊന്ന് ചോദിക്ക്. ശ്രുതിക്ക് പുറകെ പോകുമ്പോൾ വിരേൻ വേദിയോട് പറഞ്ഞു. കലിപ്പ്? അങ്ങേരല്ല, ഞാനാ കലിപ്പ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്കൊന്നിച്ചിറങ്ങാന്ന്. എന്നിട്ട് അത്രയും നേരം സമ്മതിച്ചിട്ട് നിന്റെ ആ അവിയിൽ വന്നപ്പോൾ നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഇത്ര ലേറ്റായത്. അവിയലല്ല, അവിനാശ്. അവൻ എൻ്റെ ചങ്ക. അവനെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. വീട്ടിലോട്ട് ചെല്ലട്ടെ, അച്ഛനോട് പറഞ്ഞ് നിന്റെ ചങ്കിന്ന് ഞാൻ കലക്കും, നോക്കിക്കോ. അവളും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ പറഞ്ഞു. ആ പോട്ടേടി, നീയല്ലാതെ വേറെ ആര് ക്ഷമിക്കാനാ എന്നോട്? ഒരുപാടങ്ങ് സോപ്പിടാതെ, പിന്നെ പത പോകാൻ ബുദ്ധിമുട്ടാകും. വേദിക ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കടേ. വിരയൻ നിഷ്കളങ്കത മുഖത്ത് വാരി വിതറി പറഞ്ഞു. അവൻ്റെ ഭാവം കണ്ട് വേദികയ്ക്ക് ചിരി വന്നു. ഇപ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. ചങ്കും ചങ്കും തമ്മിലുള്ള ഇടപാടുകളൊക്കെ. അടുത്ത ആഴ്ച അച്ഛൻ നമ്മളെ പാക്ക് ചെയ്യും നാട്ടിലേക്ക്, അച്ഛമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ കാണാലോ.
വിരയൻ അത് കേട്ട് ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നടന്നു. ഇതിനെന്തെങ്കിലും മറുപടി പറയാൻ നിന്നാൽ ചിലപ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞ് നാളെ തന്നെ തങ്ങളെ രണ്ടുപേരെയും പാക്ക് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. രണ്ടുപേരും വളരെ പതുക്കെയാണ് സംസാരിച്ചതെങ്കിലും മുൻപിൽ നടന്ന ശ്രുതി ഇതെല്ലാം വളരെ വ്യക്തമായി കേട്ടു. ചിരി കടിച്ചു പിടിച്ച് ഒരുവിധം നടന്നു റൂമിലെത്തി. മേ ഐ കമിങ് സാർ? യെസ്. ദർശൻ ലാപ്പിൽ നിന്നും മുഖമുയർത്തി രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഹായ് വേദിക. ഹായ് വിരയൻ. അവരുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സിറ്റുവേഷൻ ഒന്ന് കൂളാക്കാൻ ദർശൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. രണ്ടുപേരും ഒന്നിച്ചു പറഞ്ഞു. ഇരിക്കി, എന്താ നിൽക്കുന്നേ? ആദ്യമായിട്ടാ കാണുന്നെങ്കിലും നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ് എനിക്ക് നിങ്ങളെപ്പറ്റി നന്നായിട്ടറിയാം. അത് കേട്ട് അവരൊന്ന് ചിരിച്ചു. സാറിനെക്കുറിച്ച് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കണ്ട് പഠിക്കണമെന്ന് അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, വിരയൻ പറഞ്ഞു. അത് കേട്ട് ദർശൻ നന്നായി ഒന്ന് ചിരിച്ചു. അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ, നിങ്ങളുടെ അച്ഛന് എന്നെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാ അങ്ങനെ പറഞ്ഞത്. അത് കേട്ട് അവരും മൂന്ന് നന്നായി ചിരിച്ചു. പിന്നെ മക്കള് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുകയാണെന്ന് അച്ഛൻ പറഞ്ഞു. എങ്ങനെയാ, നിങ്ങളായിട്ട് എടുത്ത തീരുമാനമാണോ അതോ അച്ഛൻ്റെ നിർബന്ധമാണോ? ഞങ്ങളായിട്ട് എടുത്ത തീരുമാനം തന്നെയാണ്. വേദിക എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വിരയൻ ചാടിക്കേറി പറഞ്ഞു. ദാറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെയാ വേണ്ടത്. ആരുടെയെങ്കിലും തീരുമാനത്തിന് വഴങ്ങി ചെയ്യേണ്ടതല്ല നമ്മളൊരു ജോലി. നമുക്കായി തന്നെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതെ അതെ, അത് ഞാനും എപ്പോഴും ഇവളോട് പറയാറുണ്ട്. ആദ്യം ഇവൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവൾക്കും ഇഷ്ടമാ അല്ലേ? വിരയൻ വേദികയുടെ മുഖത്ത് നോക്കി അത് ചോദിച്ചപ്പോൾ അവൻ്റെ തള്ളു കേട്ട് ആകെ വണ്ടറടിച്ചിരിക്കുന്ന വേദികയ്ക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെയായി. രണ്ടുപേരുടെയും മുഖഭാവം കണ്ട് ശ്രുതിക്ക് നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായതുകൊണ്ട് ദർശനും ചിരി കടിച്ചു പിടിച്ചു നിന്നു. നിങ്ങൾ എന്നാ നാട്ടിലേക്ക്? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകും, വേദിക പറഞ്ഞു. ശരി, എന്നാ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ഓക്കെ സാർ. ഉച്ചയ്ക്കല്ലേ സാറിൻ്റെ ഫ്ലൈറ്റ്? അധികം സംസാരിച്ച് ഞങ്ങൾ സമയം കളഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, വേദിക പറഞ്ഞു. സംസാരം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ സാറേ എന്നുള്ള വിളി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ അച്ഛന്മാർ ഫ്രണ്ട്സല്ലേ, നമുക്കും ഫ്രണ്ട്സ് ആകാം. നിങ്ങൾ എന്നെ പേര് വിളിച്ചാൽ മതി. അതെ, സാറിനെ വിളിക്കുമ്പോൾ എനിക്കും ഒരു അകൽച്ച തോന്നി, വിരയൻ പറഞ്ഞു. അതെ, അപ്പോൾ ഇനി മുതൽ ദർശൻ, അത് മതി. ഓക്കെ? വേദികയും ചിരിച്ചുകൊണ്ട് തലയാട്ടി സമ്മതം അറിയിച്ചു. അതെ, ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട്. ഞങ്ങളിപ്പോൾ എന്തായാലും ഇറങ്ങില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കണമെന്ന് ദർശന തോന്നിയത് എപ്പോൾ മുതലാ? വേദികയാണത് ചോദിച്ചത്. അവനോട് ആദ്യമുണ്ടായിരുന്ന അകൽച്ചയും ഭയവുമെല്ലാം അവൾക്ക് മാറി. ഒരു 10th ആയപ്പോൾ തൊട്ട് അച്ഛൻ്റെ ഒപ്പം ഞാനും കൺസ്ട്രക്ഷൻ സ്ഥലത്തേക്ക് ചെല്ലാറുണ്ടായിരുന്നു. അച്ഛൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പ്രൊഫഷൻ. +2 കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞാൽ ഞാനും കമ്പനിയിൽ ജോയിൻ ചെയ്യുമെന്ന്. അച്ഛനും വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. അച്ഛൻ്റെ ഒപ്പം കമ്പനിയിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കമ്പനിയിൽ വരുത്താൻ നോക്കി. അതൊക്കെ അച്ഛനും വലിയ ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ദാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു എൻ്റെ സ്ഥാപനം. അച്ഛൻ പറഞ്ഞിരുന്നു, ദർശൻ വന്നതിന് ശേഷം നിങ്ങളുടെ കമ്പനി കേരളത്തിൽ തന്നെ നമ്പർ 1 സ്ഥാനത്തേക്ക് എത്തിയെന്ന്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി കമ്പനി നല്ല നിലയിലായിരുന്നു. പിന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു, അത്രയുള്ളൂ. പിന്നെ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേടോ. ഓരോരുത്തരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം മുതലേ എല്ലാം തുടങ്ങണം. നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛന്മാരായിട്ട് തന്നെ നല്ലൊരു പേര് നാട്ടിലുണ്ടാക്കി തന്നിട്ടുണ്ട് കമ്പനിക്ക്. അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകണമെന്നല്ലേ ഉള്ളൂ. അതെ, അത് ശരിയാ, വിരയം പറഞ്ഞു. വേദിക ദർശൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ. നല്ല വെളുത്ത നിറമാണ് അവന്. കറുത്ത ഫുൾ സ്ലീവ് ഷർട്ടും ഡാർക്ക് ബ്ലൂ ജീൻസുമാണ് അവൻ്റെ വേഷം. ഇരിക്കുകയാണെങ്കിലും അത്യാവശ്യം പൊക്കമുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. സംസാരത്തിനിടയ്ക്ക് അവൻ്റെ മുഖത്ത് വരുന്ന ചെറുപുഞ്ചിരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഡ്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന താടിയും ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയും ആ മുഖത്തിൻ്റെ ഭംഗി കൂട്ടി. അവളൊരു ആരാധന കലർന്ന ബഹുമാനത്തോടെ അവനെ നോക്കി.